ഡെൽവിൻ ചേട്ടാ, ശരിക്കും പറഞ്ഞാൽ എല്ലാ വർഷവും എനിക്ക് തോന്നുന്നു ഈ ഒരു ടൈമിൽ, അതായത് ഒരു ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ഈ ഒരു ടൈമിൽ നമ്മുടെ എല്ലാ പ്രോജക്ട്സിൻ്റെയും ഒരു അപ്ഡേറ്റഡ് സ്റ്റാറ്റസ് നമ്മൾ കാണിക്കാറുണ്ട്. നമ്മൾ വ്ളോഗ്സ് തുടങ്ങിയ കാലഘട്ടം തൊട്ട്, അതായത് ഒരു 2019 തൊട്ട് എല്ലാ വർഷവും നമ്മളത് മാൻഡേറ്ററി ആയിട്ട് ചെയ്തു പോകാറുണ്ട്. അപ്പോൾ ഓരോ വർഷം നമ്മൾ പ്രോജക്ട്സ് എടുക്കുമ്പോൾ 1-2 പ്രോജക്ട്സ് ഇങ്ങനെ നമുക്ക് അഡീഷണലി ആഡ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം ഇപ്പോൾ നമ്മളുടെ മെക്സിക്കൻ ബംഗ്ലാവ് ആയാലും, സ്കോട്ട്ലാൻഡ് യാർഡ് ആയാലും, ഗ്രീൻ നോക്ക് ആയാലും, സ്പാനിഷ് വില്ലി ആയാലും, ഇതിൻ്റെയൊക്കെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് നമ്മളുടെ ആ ഒരു 2019 തൊട്ടുള്ള വ്ളോഗ്സ് കണ്ടാൽ അറിയാൻ പറ്റും. കാരണം അത് ഒരു ബെയർ ലാൻഡ് ആയിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു, ഇപ്പം എങ്ങനെയാണ്, എല്ലാം നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ട് കാണിക്കാറുണ്ട്. അപ്പം ഇന്ന് നമ്മൾ മെക്സിക്കൻ ബംഗ്ലാവിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളുടെ ഏറ്റവും പ്രീമിയം പ്രോജക്റ്റാണ് മെക്സിക്കൻ ബംഗ്ലാവ്. എനിക്ക് തോന്നുന്നു ഞാൻ ആകെ 2 കൂടി അതിൽ കൊടുക്കാനുള്ളൂ. ബട്ട് അതിൻ്റെ ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസാണ് നമ്മൾ ഇന്നത്തെ വ്ളോഗിലേക്ക് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് തോന്നണേ, ഇപ്പം ഗ്രീൻ ടെക് എന്ന് പറഞ്ഞ ബിൽഡർ 15 വർഷമായിട്ട് ഈ ഒരു ഇൻഡസ്ട്രിയിലുണ്ട്. കാക്കനാട് നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രീമിയം വില്ലാസ് നമ്മുടെയാണ്. അപ്പം നമ്മുടെ ഒരു ജേണി ഒന്ന് ചേട്ടനൊന്ന് പറയാമോ? നിമ്മി, നമ്മൾ ഫസ്റ്റ് നിമ്മിയുടെ ബ്ലോഗ് വഴിയാണ് നമ്മൾ ഈ പ്രോജക്ട്സുകളെല്ലാം ഇതിനകത്തിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് തന്നെ. ഫസ്റ്റ് നമ്മുടെ സിഗ്നേച്ചർ എന്ന വില്ല, അതിനുശേഷം സ്പാനിഷ് വില്ല, ദെൻ ഗ്രീൻ കാസ. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു കംപ്ലീറ്റഡ് ആയുള്ള പ്രോജക്ട്സുകൾ വരുന്നത്. ദെൻ ഇപ്പോൾ നിയറിങ് കംപ്ലീഷൻ ആയിക്കൊണ്ടിരിക്കുന്ന 3 പ്രോജക്ട്സ് ഉണ്ടെന്ന്, സ്കോട്ട്ലാൻഡ് യാർഡ്, മെക്സിക്കൻ ബംഗ്ലോ, ഗ്രീൻ ഓക്ക്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ വർക്ക് സ്റ്റാറ്റസ് നിമ്മയുടെ ഓരോ വീഡിയോകളിലും നമ്മളത് കൃത്യമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് കൂടാതെ തന്നെ നമ്മൾ ഈ ഒരു വർഷം ഒരു 3 പ്രോജക്ട്സ് കൂടി നമ്മുടെ പൈപ്പ് ലൈനിലുണ്ട്. ഒന്ന് സിംഗിൾ സ്റ്റോറിയുടെ ആയിട്ട് വരുന്നൊരു പ്രോജക്റ്റ്, ഐറിഷ് ബംഗ്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ റെറയ്ക്ക് വേണ്ടി ജസ്റ്റ് വെയിറ്റ് ചെയ്തിരിക്കുന്നു, ലാസ്റ്റ് സ്റ്റേജിൽ നിൽക്കുന്നു. പിന്നെ അത് കൂടാതെ ഡച്ച് കിങ്സ്റ്റൺ എന്ന് പറഞ്ഞിട്ട് ഒരു 2 സ്റ്റോറിയുടെ, അതും ഒരു പ്രീമിയം വില്ല പ്രോജക്ട്സ് തന്നെയാണ്. പിന്നെ ഒരു കോട്ടേജ് പ്രോജക്റ്റ് കൂടി നമ്മൾ ഇപ്പോഴത്തെ ഒരു പൈപ്പ് ലൈനിലുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മളുടെ ഐറിഷ് ബംഗ്ലാവിന്റെ നമ്മുടെ ഈ ഒരു CDC തന്നെ നമുക്ക് ചിലപ്പോൾ ഉൾപ്പെടുത്താൻ പറ്റുമായിരിക്കും. അതെ, നമുക്ക് ലാസ്റ്റ് ഇതായിട്ട് ബ്ലോഗായിട്ട് നമുക്കിത് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ചേട്ടാ, നമ്മുടെ മെക്സിക്കൻ ബംഗ്ലാവ് ആ പേരെന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രത്യേകതയുള്ളൊരു പേരായിരുന്നു അല്ലേ? നമ്മൾ അന്ന് ലോഞ്ച് ചെയ്യണ സമയത്ത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ 12 സെൻസും 3000 സ്ക്വയർ ഫീറ്റും അങ്ങനെ ഒരു കോൺസെപ്റ്റിലാണ് അത് ലോഞ്ച് ചെയ്തത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മുടെ തന്നെ പല കസ്റ്റമേഴ്സ് അവിടെ 30 സെൻസും വലിയ മാൻഷൻസ് ഒക്കെ വെച്ച് താമസിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ലോകം ആദ്യമായിട്ട് കാണുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രോജക്റ്റ് എന്താണ്, ഇതിൻ്റെ ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയുവാണെങ്കിൽ നന്നായിരിക്കും. ഗ്രീൻ ടെക്കിൻ്റെ ഒരു കൺസെപ്റ്റ് ആയിരുന്നു മെക്സിക്കൻ ബംഗ്ലോ എന്ന് പറഞ്ഞാൽ. ഞങ്ങളുടെ ഒരു പ്രീമിയം പ്രോജക്റ്റ് എന്ന് പറയാം. ഇത് പ്രീമിയം ആയത് ശരിക്കും പറഞ്ഞാൽ നമ്മളവിടെ കൊടുക്കുന്ന ലാൻഡിൻ്റെ ഒരു എക്സ്റ്റൻഷൻ തന്നെയാണ് മെയിനായിട്ട്. മിനിമം അവിടെ ഒരു 12 സെൻറ്റ് സ്ഥലവും 3000 സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു 5 ഏക്കറിൽ ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഒരു 45 വീടാണ് നമ്മൾ ആദ്യത്തെ ഒരു പ്ലാനിൽ നമ്മൾ കൊണ്ടുവന്നെങ്കിലും, പക്ഷേ നമ്മുടെ ഒരു കസ്റ്റമറിൻ്റെ ഒരു ബാക്കപ്പ് അല്ലെങ്കിൽ കസ്റ്റമറിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്, പലപ്പോഴും നമ്മുടെ ഒരു കസ്റ്റമർ വന്ന് ഈ പ്രോജക്റ്റും സൈറ്റൊക്കെ കണ്ടുകഴിയുമ്പോൾ കുറച്ചുകൂടി ലാൻഡ് ഏരിയ കൂട്ടണം എന്നുള്ളൊരു ടൈപ്പ് കസ്റ്റമറായിരിക്കും നമുക്ക് വരിക. അതുപോലെ തന്നെ ഇന്നതുള്ള കസ്റ്റമൈസേഷനും വലിയൊരു കാര്യമായിട്ട് നടക്കാറുണ്ട്. നമ്മളൊരു ബേസിക്കലി ഒരു ആർക്കിടെക്ചറൽ ഓഫീസ് ആ ബേസ് പോകുന്ന കാരണത്താൽ തന്നെ ഈ വന്ന കസ്റ്റമറുകളെല്ലാം ഈ 12 സെൻറ്റിൽ നിന്നും പലരും 25 സെൻറ്റിലും 26 സെൻറ്റിലും 18 സെൻറ്റിലും 33 സെൻറ്റിലൊക്കെ വരികയും ഈ 3500 സ്ക്വയർ ഫീറ്റ് തുടങ്ങിയിട്ട് ഏകദേശം ഒരു 7000 സ്ക്വയർ ഫീറ്റിന് താഴെ വരുന്ന വീടുകളാണ് നമ്മളവിടെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ആ പ്രോജക്റ്റിൻ്റെ പ്രീമിയം ആയതെന്ന് പറയുന്നത് ഒത്തിരി ഓപ്പൺ സ്പേസ് അതിനകത്തുണ്ട്. ഒരുപാട് ലാൻഡ്സ്കേപ്പിങ്ങിനും ഒരു വീടും തമ്മിൽ നല്ല ഗ്യാപ്പായി ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ടോട്ടലി ഇപ്പോൾ ഒരു ഫൈനലി വരുമ്പോൾ ഈ 45-ൽ നിന്നും ഏകദേശം 21 വീടിലോട്ട് ഈ പ്രോജക്റ്റ് മാറി. അതുകൊണ്ടാണ് ശരിക്കും അത്രയും ഓപ്പൺ സ്പേസ് ആയത്. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അങ്ങനത്തെ ഒരു വില്ല പ്രോജക്റ്റ് എന്ന് പറയുന്നത് അതൊരു വാല്യൂ തന്നെ ശരിക്കും പറഞ്ഞാൽ. കാരണം നമ്മളൊരു ലാൻഡ്, ഇൻഡിവിജ്വൽ ലാൻഡ് പോലും ഒരു വീട് വയ്ക്കാൻ, ഒരു പ്രീമിയം വീട് വയ്ക്കാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഒരു 10 സെൻറ്റ് അല്ലെങ്കിൽ 15 സെൻറ്റ് എന്നുള്ള കൺസെപ്റ്റിലാണ് നോക്കുക. ഇൻഡിപെൻഡൻറ്റ് വീട്, അതിനകത്ത് ഒരുപാട് ത്രെഡ് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ പോലും, പിന്നെ ഇൻസെക്യൂരിറ്റി അങ്ങനത്തെ ഇഷ്യൂസൊക്കെ കാരണം, പക്ഷെ അതൊരു കമ്മ്യൂണിറ്റിക്ക് അകത്ത് വരുമ്പോൾ അതിൻ്റെ വാല്യൂ വളരെ വ്യത്യാസം. ശരിക്കും നമ്മളൊരു വില്ല പ്രോജക്റ്റിനകത്ത് ഒരു ലാൻഡ് എത്ര തന്നെ ചോദിച്ചാലും എല്ലാ ബിൽഡറും മാക്സിമം ഒരു ബിൽഡപ്പ് ഏരിയ കൂട്ടാനല്ലേ നോക്കും. അതെ, ഇപ്പൊ നമ്മൾ ഏത് പ്രോജക്റ്റിൽ നോക്കിയാലും എനിക്ക് തോന്നുന്നത് 5 സെന്റ് 6 സെന്റ് 7 സെന്റ് അവരതിൽ കൃത്യമായിട്ട് പറയും ചെയ്യും, ഇത്ര സ്ക്വയർ ഫീറ്റ് നിങ്ങൾ പണിയണം, ഇതിൽ കൂടുതൽ പണിയാം, ഇതിൽ കുറവ് പാടില്ല. അപ്പൊ നമ്മൾ ചെയ്യുന്ന മിക്ക പ്രോജക്ട്സും അങ്ങനെ തന്നെയാണ്. നമ്മുടെ എല്ലാ പ്രോജക്ട്സിന്റെ ഒരു ഇതെടുത്ത് നോക്കിയാൽ പലപ്പോഴും നമ്മൾ പറയുന്ന അത്ര യൂണിറ്റ്സുകൾ നമുക്ക് വരാറില്ലെങ്കിലും, പക്ഷെ പ്രോജക്റ്റ് ഓവറോൾ ചെയ്ത് വരുമ്പോൾ വളരെ ഭംഗിയായിരിക്കും. കാരണം വീടുകൾ തമ്മിലുള്ള ഗ്യാപ്പും അതെല്ലാം അതിൻ്റെ ലാൻഡ്സ്കേപ്പിങ്ങും. കാരണം നമ്മൊരു വീട് എന്ന് പറയുമ്പോൾ ഒരാളുടെ ഒരു ഇമോഷനാണ് ശരിക്കും പറഞ്ഞാൽ. ശരിയല്ലേ? ഞാനൊരു വീട് വെച്ചാലും അത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. എൻ്റെ വീട് ഇങ്ങനെ ആയിരിക്കണം, അതിനൊരു മുറ്റം വേണം, ലാൻഡ്സ്കേപ്പിംഗ് സ്പേസ് വേണം, ഒരു കിണർ വേണം,
അല്ലെങ്കിൽ ഇപ്പൊ ആ പ്രൊജക്ടിന് ഒരു വേറെ അഡ്വാൻറ്റേജ് ആണ് അതിനകത്തൊരു ഇൻഡിവിജ്വൽ പൂള് നമ്മൾ കൊടുക്കുന്നുണ്ട് എല്ലാ വീടും. ഇപ്പൊ അത് മാൻഡേറ്ററി അല്ല, പക്ഷെ കുട്ടികളുള്ളവരെ സംബന്ധിച്ച് ലാൻഡ് പൂൾ എല്ലാ സ്ഥലത്തും നമ്മൾ ആഗ്രഹിച്ചാലും നമുക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. കാരണം വെള്ളത്തിന്റെ ഒരു ലഭ്യതയും ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കിണർ കൊടുക്കുന്നതും പൂള് നമുക്ക് വേണമെങ്കിൽ അക്കോമഡേറ്റ് ചെയ്യാമെന്നുള്ള രീതി നമ്മൾ പൂളും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അതൊരു നല്ല ലാൻഡ്സ്കേപ്പിംഗിൽ വരുമ്പോൾ ഒരു ഭംഗിയാണ്. ശരിക്കും ആ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഒരു യൂറോപ്യൻ കൺസെപ്റ്റാണ്. പക്ഷെ നമ്മൾ അതിനകത്ത് ഒരു ചെറിയ നടുമുറ്റമൊക്കെ കൊടുത്തിട്ട് അങ്ങനെയാണ് കൊണ്ടുവരുന്നത്, ഒരു മിക്സ് ആക്കിയിട്ട് ഫ്യൂഷൻ പോലെ. അതെ, ഇന്നിപ്പോൾ ആ പ്രോജക്റ്റ് റിയലി നമ്മൾ അന്ന് ചെയ്യുന്ന മാതിരിയല്ല. ഇന്നിപ്പോൾ ആ പ്രോജക്റ്റ് വന്ന് കണ്ടാൽ അത് നമുക്ക് ഫീൽ ചെയ്യും ശരിക്കും പറഞ്ഞാൽ. കാരണം അത്ര ഒരു നമുക്ക് ഭയങ്കര ടച്ചിങ് ആയുള്ള ഒരു പ്രോജക്റ്റാണ് ശരിക്കും പറഞ്ഞാൽ. ചേട്ടാ, ഇതിന്റെ ഒരു ലൊക്കേഷനിലേക്ക് പോവാണെങ്കിൽ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? നമുക്ക് ഫസ്റ്റ് എപ്പോഴും നമ്മൾ പറയുന്ന ലൊക്കേഷൻ തന്നെയായിരുന്നു ഇതിനകത്ത്. പക്ഷെ ലൊക്കേഷനിൽ നമുക്ക് ഇതിന്റെ ഒരു മെയിൻ ഏരിയ എന്ന് പറഞ്ഞാൽ പള്ളിക്കരയാണ് ലൊക്കേഷൻ വരുന്നത്. കാക്കനാടിന്റെ ഒരു അടുത്തൊരു ഡെവലപ്പിംഗ് ഏരിയ ആണ് പള്ളിക്കര എന്ന് പറഞ്ഞാൽ. പള്ളിക്കര ഒത്തിരി ഡെവലപ്മെന്റ്സ് വരുന്ന ഒരു ഏരിയ. പിന്നെ ഒരുപാട് സ്കൂൾസുകളായിക്കോട്ടെ, ഹോസ്പിറ്റൽസുകൾ, എല്ലാത്തിനും ഒരു ഇനി അടുത്തൊരു ഫ്യൂച്ചർ ഉള്ള ഒരു ഏരിയ. പിന്നെ റോഡുകളും നല്ല വൈഡായി. നമ്മള് പല പ്രോജക്ട്സും ഈ കാക്കനാട് പള്ളിക്കര റൂട്ടിൽ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുടെ റോഡ് ഭയങ്കര ചെറുതായിരുന്നു. ഇപ്പൊ റോഡുകളൊക്കെ വളരെ വൈഡനായി. റീസൺ എന്ന് പറഞ്ഞാൽ ഇൻഫോ പാർക്ക് ഫേസ് 1, ഫേസ് 2, സ്മാർട്ട് സിറ്റി, ഇൻഫോ പാർക്ക് ഫേസ് 3, അതുപോലുള്ള വലിയ വലിയ ഡെവലപ്മെന്റ്സുകൾക്ക് ലാൻഡ് അവിടെ ഉള്ളൂ. അപ്പൊ അതിന്റെ ഒരു എക്സ്റ്റൻഷന്റെ ഭാഗമായിട്ട് പള്ളിക്കരയാണ് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ടൗൺ. അപ്പൊ ഇപ്പൊ പണ്ട് പള്ളിക്കര എന്ന് പറയുന്നത് കുറച്ച് ഡിസ്റ്റൻസ് ആയിട്ട് കണ്ടെങ്കിൽ ഇപ്പൊ ഇത് കാക്കനാടിന്റെ ഭാഗമായി ശരിക്കും പറഞ്ഞാൽ. പള്ളിക്കര എല്ലാവർക്കും കാക്കനാട് പള്ളിക്കരയാണ്, അത് ഓക്കെ, ആൾക്കാർക്ക് അറിയാം ശരിക്കും പറഞ്ഞാൽ. പണ്ട് കാക്കനാട് പറഞ്ഞാൽ പള്ളിക്കര പറഞ്ഞിരുന്നത്. പക്ഷെ അത് അതിനൊരു ഭാഗമായിട്ട് നിൽക്കുമ്പോൾ പള്ളിക്കര ഒരു ടൗണിന്റെ ലിമിറ്റിന്റെ. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ മേജർ സ്കൂൾസിലേക്ക്, അതുപോലെ നമ്മുടെ ഇൻഫോ പാർക്കിലേക്ക് എല്ലാം എനിക്ക് തോന്നുന്നു ഒരു കുറേ ഷോർട്ട് കട്ട്സ് ഉണ്ട് ഇപ്പോൾ പള്ളിക്കരയിൽ നിന്ന്. നമ്മുടെ പാലം ഓപ്പൺ ആയപ്പോഴും അല്ലേ, ഒരു വ്യക്തി നോക്കുന്ന ലൊക്കേഷൻ അഡ്വാൻറ്റേജിലോട്ട് നമ്മൾ നോക്കിയാൽ അവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഇൻഫോ പാർക്ക് നമ്മുടെ ഈ പ്രോജക്റ്റിലൊക്കെ മിക്കവാറും ഒന്നിൽ IT റിലേറ്റഡ് ആയിട്ടുള്ള IT കമ്പനി നടത്തുന്നവരോ അങ്ങനെയുള്ള ഒരു വർക്കിംഗ് ക്ലാസ് ആയുള്ള ആൾക്കാരെ കൂടുതൽ വരുന്നത്. അപ്പം അവരൊക്കെ നോക്കുന്ന മെയിനായിട്ട് ഇതിനകത്തുള്ള ആക്സസ് വലിയൊരു ഇമ്പോർട്ടൻസ് ആണ്. ഇപ്പോൾ കൊച്ചിയിലെ ഏറ്റവും വലിയൊരു ഡെവലപ്മെന്റ്സ് ഭാഗമാണ് മെട്രോ അല്ലെങ്കിൽ ഇൻഫോ പാർക്ക്, ഈ പറയുന്ന IT പാർക്കുകളെല്ലാം. അതുകൂടാതെ തന്നെ സ്കൂളുകൾ വലിയൊരു കാര്യമാണ്. ഒരു ഫാമിലി വന്ന് താമസിക്കാൻ അവർ നോക്കുന്ന ചാറ്റേഡ് സ്കൂള്, അല്ലെങ്കിൽ കൊച്ചിൻ ഇന്റർനാഷണൽ, ജെംസ്, അതുപോലെ സംസ്കാര സ്കൂള്, സെന്റ് പീറ്റേഴ്സ്, ഇതെല്ലാം നമ്മുടെ ഈ പ്രോജക്റ്റിൽ നിന്ന് ചിലപ്പോൾ ഒരു 10-15 മിനിറ്റ് പോലും ഡ്രൈവ് ചെയ്യാൻ ദൂരമുള്ളൂ ശരിക്കും പറഞ്ഞാൽ. അതുപോലെ ഹോസ്പിറ്റൽ നോക്കിയാലും കോലഞ്ചേരി മെഡിക്കൽ മിഷൻ, സമരട്ടൻ ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ രാജഗിരി, ഈ ഹോസ്പിറ്റലുകളെല്ലാം തന്നെ നമുക്കൊരു ഇതുപോലെ 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് ഡ്രൈവ് ചെയ്യാൻ നമുക്ക് ദൂരം വരുന്നുള്ളൂ ശരിക്കും പറഞ്ഞാൽ. ടൗണിൽ നിന്ന് ഒത്തിരി അകലെയുമല്ല, എന്നാൽ ടൗണിനോട് വളരെ അടുത്ത്, എന്നാൽ നമുക്ക് വന്ന് പോകാവുന്ന ദൂരത്തിൽ. ഇപ്പോൾ തൃപ്പൂണിത്തുറ നോക്കിയാലും, ദെൻ ആലുവ നോക്കിയാലും, എയർപോർട്ട് നോക്കിയാലും, ഇതെല്ലാം ഒരു കണക്ട് ചെയ്യുന്ന ഒരു ജംഗ്ഷനാണ് ശരിക്കും പറഞ്ഞ പള്ളിക്കര എന്ന് പറയുന്നത്. ഒത്തിരി ഡെവലപ്മെന്റ്സ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ഏരിയ ശരിക്കും പറഞ്ഞാൽ. പിന്നെയുണ്ടല്ലോ ചേട്ടാ, ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ മെക്സിക്കൻ ബംഗ്ലാവ്, ഇതിൽ നമുക്ക് 2 പ്ലോട്ടുകളും കൂടിയാണ് ഇനി കൊടുക്കാനുള്ളത്. അതായത് ഇപ്പൊ അത് പ്ലോട്ടായിട്ടാണ് കിടക്കുന്നത്, നമ്മൾ വില്ല ചെയ്ത് കൊടുക്കും അല്ലേ? അപ്പൊ ഇതിന്റെ ഒരു പ്രൈസ് റേഞ്ച് ഇപ്പൊ എങ്ങനെയാണ് വരുന്നത്? നമുക്ക് ഇതിന്റെ ഒരു ബേസ് പ്രൈസ് എന്ന് പറയുന്നത് ഒരു 12 സെന്റ്സ് ലാൻഡും 3000 സ്ക്വയർ ഫീറ്റും നമ്മൾ 2.9 ആണ് നമ്മുടെ കോസ്റ്റ് വരുന്നത്, ബേസ് റേറ്റ്. പിന്നെ അഡീഷണൽ ലാൻഡ് വരുമ്പോൾ അഡീഷണൽ ലാൻഡ് കോസ്റ്റും, അഡീഷണൽ ആയിട്ട് നമ്മൾ കൺസെഷൻ ഏരിയ കൂടുന്ന കൺസെഷൻ കോസ്റ്റുമാണ് നമുക്ക് വരുന്നത്. നമ്മളിവിടെ പൊതുവെ ആൾക്കാർ എടുത്തിരിക്കുന്ന ഒരു 3500 സ്ക്വയർ ഫീറ്റ് പ്ലസ് ആണ് എല്ലാവരും ചെയ്തിരിക്കുന്നത്. കാരണം ഓരോരുത്തരുടെ റിക്വയർമെന്റ്സ് ഒത്തിരി വ്യത്യാസം ഉണ്ടാവും. നമ്മുടെ ഈ പ്രോജക്റ്റിൻ്റെ ഒരു കടക്കുമ്പോൾ മെയിൻ കാര്യം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസൈനിങ് ഫേമും കൂടി ആകുമ്പോൾ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവരെ നീഡായിട്ട് വരുന്നത് പലപ്പോഴും ഒരു 3 ബെഡ്റൂം അല്ലെങ്കിൽ ഒരു 4 BHK അല്ലെങ്കിൽ ഒരു ഹോം തിയേറ്റർ സ്പേസ്. പിന്നെ ഇത് കൂടാതെ തന്നെ പലപ്പോഴും ഇതിൻ്റെ ഒരു ഇൻറ്റീരിയറിൻ്റെ പാർട്ട് കൂടി വരുമ്പോൾ നമ്മൾ ഓട്ടോമേഷൻ, അതുപോലെ സെൻട്രലൈസ്ഡ് AC, ലിഫ്റ്റ്, ഇങ്ങനെയുള്ള പല പല കാര്യങ്ങൾ ഇതിനകത്ത് കയറി വരാറുണ്ട്. അപ്പം ഞാനതുകൊണ്ടാണ് പറഞ്ഞു, ഒരു വീട് എന്ന് പറയുന്ന അവർ താമസിക്കുന്ന ഒരു ഇടമാണ്, അവരുടെ ഇമോഷനാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അവർക്കൊരു ആഗ്രഹം ഇതിനകത്തുണ്ട്, ഇതൊക്കെ എനിക്ക് ചെയ്താൽ കൊള്ളാം എന്നുള്ളത്. ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു പ്ലാൻ വരച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മുടെ അടുത്തൊരു സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്റീരിയർ കൂടി അതിനകത്ത് കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കസ്റ്റമറെ സംബന്ധിച്ച് അതിനൊന്നും വേണ്ടി വേറൊരു സ്ഥലത്തോട്ട് പോകേണ്ട ആവശ്യം വരാറില്ല. അപ്പോൾ അവർക്ക് അതിൻ്റെ ആ റൂമിൻ്റെ സ്പേസ് മനസ്സിലാക്കാൻ പറ്റും, അതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ ഓരോ സ്റ്റേജിലും ഈ കസ്റ്റമറും നമ്മളും ഒരു പ്രോപ്പർ കോർഡിനേഷനിൽ വന്ന് ഓരോ മെറ്റീരിയൽ സെലക്ട് ചെയ്യാനും അത് ഭംഗിയായിട്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് കൊണ്ടുവരുമ്പോഴാണ് വീടായിട്ട് നമുക്ക് മാറുന്നത്. ഒരു ഷെല്ലായിട്ടുള്ള വീട് ചെയ്യാൻ എല്ലാവർക്കും നമുക്ക് പറ്റും, പക്ഷെ അതിനകത്തൊരു ആത്മാവ് ആയിട്ട് വരുന്നതാണ് ഇന്റീരിയർ. അതും കൂടി ഇനീഷ്യലി നമ്മൾ ചെയ്ത് കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ അതൊരു പ്രോപ്പറായിട്ടുള്ള രീതിയിൽ നമുക്കത് കൊണ്ടുപോയി നല്ല രീതിയിൽ അത് എക്സിക്യൂട്ട് ചെയ്ത് കൊണ്ടുപോകും. ഇപ്പൊ നമുക്ക് എനിക്ക് തോന്നുന്നു അവിടുത്തെ മിക്ക വീടുകളുടെ ഇന്റീരിയർ നമ്മൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അല്ലേ? നിമി
ഇപ്പം നമ്മൾ ഈ പ്രോജക്റ്റിൽ 2 യൂണിറ്റ്സുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് 14 സെന്റ് വരുന്ന ഒരു പ്ലോട്ടും പിന്നെ ഒരു 25 സെന്റ് വരുന്ന പ്ലോട്ടുമാണ് നമുക്കിപ്പോൾ വേക്കൻറ്റ്. ഇതിപ്പോൾ നമുക്ക് പ്ലോട്ടായിട്ടാണ് കിടക്കുന്നത് അല്ലേ? ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു എലിവേഷൻ മാറ്റാത്ത രീതിയിൽ അവരുടെ എന്തൊക്കെയാണോ റിക്വയർമെന്റ് അതനുസരിച്ച് നമുക്കത് കസ്റ്റമൈസ് ചെയ്ത് ഭംഗിയാക്കി അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യാം. വരുന്ന കസ്റ്റമറെ സംബന്ധിച്ച് ആദ്യം വരുന്ന മാതിരില്ല. ഇപ്പോൾ പല വീടുകളും അവർക്ക് വേണമെങ്കിൽ കാണാം. നമ്മൾ ചെയ്ത വീടുകളുടെ വീഡിയോസും വർക്ക്സും ഒക്കെ ഉണ്ട്. പ്ലാൻ എല്ലാം ഫിനിഷ് ആയി കിടക്കുകയാണ് പ്രോജക്റ്റ്. അപ്പം നമുക്ക് അവർക്കത് ഫീൽ ചെയ്യും. ശരിക്കും പറഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് കുറേ കൂടെ ഐഡിയാസ് അതിൽ നിന്ന് തന്നെ കിട്ടും അല്ലേ? അതുപോലെ ചേട്ടാ, നമ്മൾ ഇനി ഈ ഒരു പ്രോജക്റ്റിന്റെ അമ്യൂണിറ്റീസിലേക്ക് വരാണെങ്കിൽ, അതായത് ഇത് നമ്മൾ കൂടുതലും സാധാരണ പ്രോജക്ട്സിൽ അപേക്ഷിച്ച് ഇൻഡിവിജ്വൽ ആയിട്ടാണ് നമ്മൾ ഓരോ വീടിനും അമ്യൂണിറ്റീസ് കൊടുത്തിരുന്നത് അല്ലേ? ഇപ്പൊ നമ്മൾ തുടക്കം പറഞ്ഞ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, നമ്മളൊരു നമുക്ക് ക്ലബ് ഹൗസ് ഉണ്ടെങ്കിൽ പോലും ഇൻഡിവിജ്വൽ വീടുകൾക്കാണ് നമ്മൾ അമ്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്തിരുന്നത്. അത് എങ്ങനെയായിരുന്നു ഒന്ന് പറയാമോ? ഓരോ വീടിനും നമ്മൾ ഇതിനകത്ത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വെല്ല്, അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ലാൻഡ്സ്കേപ്പിംഗ് സ്പേസ്, നല്ല ലാൻഡ്സ്കേപ്പിംഗ് സ്പേസ് ഉണ്ട് നമുക്ക് ഈ പ്രോജക്റ്റിനകത്ത്. പിന്നെ ഇത് കൂടാതെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു പൂൾ എന്ന് പറഞ്ഞ ഒരു എലമെൻറ്റ്, നമ്മൾ കിണറുള്ളത് കാരണത്താൽ, വെള്ളമുള്ളത് കാരണത്താൽ നമ്മൾ ഓരോരുത്തർക്കും വേണമെങ്കിൽ ഇൻഡിവിജ്വൽ പൂളും കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇത് മാൻഡേറ്ററി അല്ല, വേണ്ടാത്തവർക്ക് നമുക്കത് മാറ്റി ലാൻഡ്സ്കേപ്പിംഗ് സ്പേസ് ആയിട്ട് ഉപയോഗിക്കാം. ഇനി ഒരു ഗസീബോ സ്പേസ്, പിന്നെ അതുപോലെ തന്നെ ഒരു യൂറോപ്യൻ കൺസെപ്റ്റ് ആണെങ്കിലും നമ്മളൊരു സെൻട്രൽ കോട്ടിയായിട്ട് കൊടുക്കണം. അപ്പം നമുക്ക് അതിൻ്റെ മുകളിൽ വരുന്ന സ്പേസൊക്കെ ഒരു സ്ലൈഡിങ് റൂഫുകൾ, പിന്നെ 5K സോളാർ നമ്മൾ കൊടുക്കുന്നത്. കാരണം വീടിൻ്റെ ഇപ്പോഴത്തെ ഒരു എല്ലാം ഒരു ബേസിക് നീഡാണ് സോളാറിന്. അപ്പം അതും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രോജക്റ്റിലോട്ട് ഇൻഡിവിജ്വൽ വീടിന്റെ രീതിയിൽ നമ്മൾ അമ്യൂണിറ്റീസിൽ കൊടുക്കുന്നത്. മൊത്തം പ്രോജക്റ്റിലോട്ട് നമ്മൾ പോകുമ്പോൾ 6 മീറ്റർ വൈഡ് ആയിട്ടുള്ള റോഡാണ് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഫുള്ളി ഒക്യുപ്പൈഡ് ആയിട്ടുള്ള ഒരു വലിയൊരു ക്ലബ് ഹൗസ് നമ്മൾ അവിടെ കൊടുക്കുന്നുണ്ട്. അതിനകത്ത് തന്നെ ഹെൽത്ത് ക്ലബും ഇൻഡോർ ഗെയിംസും ഒരു അസോസിയേഷൻ്റെ ഗാദറിംഗ് സ്പേസും ഒക്കെ ആയിട്ട് നോർമലി നമ്മൾ എല്ലാ പ്രോജക്റ്റിലും ചെയ്യുന്ന മാതിരി അത് വളരെ മനോഹരമായിട്ട് അത് ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ പ്രോജക്റ്റിൽ നമ്മൾ ഇതുപോലെ തന്നെ 24 hours സെക്യൂരിറ്റിയും CCTV ക്യാമറ കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു കാലഘട്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു പ്രോജക്റ്റാണ്. കാരണം അന്ന് നമുക്ക് ഇതേവരെ ലാൻഡ് കിട്ടി, അതും നമ്മളൊരു 3-4 പേരിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്തെടുത്ത ലാൻഡാണ് ഈ പ്രോജക്റ്റ്. അതും ഇത്ര വലിയ എക്സ്റ്റെൻഡിലാണ് നമ്മൾ ഈ പ്രോജക്റ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ പ്രോജക്റ്റിലോട്ടൊക്കെ വരുമ്പോൾ ഒരിക്കലും നമുക്കൊരു 5 സെൻറ്റ് 6 സെൻറ്റ് 7 സെൻറ്റ് മുകളിലൊക്കെ നമുക്കൊരു വില്ല ചെയ്യാൻ പോയാൽ നമുക്കത് പ്രാക്ടിക്കലി ബുദ്ധിമുട്ടാണ്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു വില്ല പ്രോജക്റ്റ് ചെയ്യുന്നവരുടെ എണ്ണം തന്നെ കുറഞ്ഞുകൊണ്ട് ഒരുപാട് ലാൻഡിൻ്റെ ഒരു സ്കേഴ്സിറ്റി നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. നമ്മൾ എടുക്കുമ്പോൾ ലാൻഡിന് നല്ല റോഡ് ആക്സസും അല്ലെങ്കിൽ നല്ലൊരു കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ഏരിയയിലേക്ക് നമുക്കൊരു നല്ല പ്രോജക്റ്റായിട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ചെറിയ പ്രോജക്ട്സുകൾ ചെയ്യുന്നതൊന്നും ഒരിക്കലും വില്ലയായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒരു കാലഘട്ടത്തിൽ ചെയ്തൊരു പ്രോജക്റ്റാണ്. ഇപ്പം ഇവിടെ എടുത്തിരിക്കുന്ന പ്രോജക്ട്സുകൾ ഇത്ര വലിയ വില്ലകൾ എന്നൊക്കെ പറയുന്നത് അവർക്ക് തന്നെ ഒരു കുറച്ച് നാൾ കഴിയുമ്പോൾ ഇന്ന പ്രോജക്റ്റിലാണല്ലോ ഇന്നതാണെന്നുള്ളത് വരുമ്പോൾ തന്നെ അതൊരു ബ്രാൻഡാണ് ശരിക്കും പറഞ്ഞാൽ. ഇവിടെ എടുക്കാൻ ഇനിയുള്ള വേക്കൻറ്റ് പ്ലോട്ട്സുകളും അതുപോലെയുള്ള നല്ല പ്ലോട്ട്സുകളും വരുന്നവരെ സംബന്ധിച്ചൊക്കെ ഇനി ഇങ്ങനെ ഒരു കൺസെപ്റ്റ് നോക്കുന്നവരെ സംബന്ധിച്ച് വളരെ ഐഡിയൽ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റും പ്രോജക്റ്റുമാണ്. കാരണം ഇനി ഇങ്ങനെ ഇത്രയും വലിയ ലാൻഡിൽ പ്രോജക്റ്റ് ചെയ്യലും നമുക്ക് പ്രാക്ടിക്കൽ ആയിരിക്കില്ല, ചിന്തിക്കാൻ പറ്റില്ല. കാരണം ഒരു 5 ഏക്കർ സ്ഥലത്തിൽ മിനിമം നമുക്കൊരു 60 യൂണിറ്റ് ചെയ്യേണ്ടടുത്ത് നമ്മൾ 21 വീടെന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഫീല് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ഇപ്പോൾ ഒരു അപ്പാർട്ട്മെന്റ് പ്രോജക്റ്റ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു 500 ചെയ്യാനായിട്ടുള്ള സ്കോപ്പ് നമുക്കുണ്ട് അല്ലേ? 1000 മുകളിൽ പോകും. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്താണ് നമ്മൾ 21 വില്ല ചെയ്തിരിക്കുന്നത്. അത്ര ഓപ്പൺ സ്പേസ് ഉണ്ട് ആ പ്രോജക്റ്റിനകത്ത്. അതും ആ ഡിസൈനും നല്ലൊരു ഭംഗിയുള്ള അതെ ഓഫ് കോഴ്സ്. കാരണം ആ ഒരു യൂറോപ്യൻ തീംഡ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഡിസൈനാണ്. നമുക്ക് എപ്പോൾ കണ്ടാലും മടുക്കാത്തൊരു ഡിസൈനാണ്. എപ്പോഴും അതിൻ്റെ ഒരു ഭംഗി അങ്ങനെ തന്നെ ഉണ്ടാവും. പിന്നെ ഇൻസൈഡൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നമ്മുടെ തന്നെ പല ക്ലയൻസിൻ്റെയും ഇൻസൈഡ് നമ്മൾ കൊടുക്കുന്ന കോർട്ട്യാർഡ്സും കാര്യങ്ങളും എല്ലാം നല്ല ഭംഗിയായിട്ടാണ് നമ്മളത് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ട് തന്നെയാണ്. അപ്പോൾ ചേട്ടാ, നമ്മൾ ഈ വീക്കിൽ നമ്മുടെ മെക്സിക്കൻ ബംഗ്ലാവിൻ്റെ ഡീറ്റെയിൽസ് ആണ് കണ്ടത്. അപ്പോൾ അടുത്ത വീക്കിൽ എനിക്ക് തോന്നുന്നു നമുക്ക് സ്കോട്ട്ലാൻഡ് യാർഡിൻ്റെ വിശേഷങ്ങളായിട്ടിരിക്കാം. നമുക്കും ഭയങ്കര സന്തോഷമാണ് എല്ലാ വർഷവും നമ്മളിങ്ങനെ വ്ളോഗ് ചെയ്യാൻ വിളിക്കുന്നതും ഈ പ്രോജക്ട്സിൻ്റെ എല്ലാം അപ്ഡേറ്റഡ് സ്റ്റാറ്റസ് നമുക്ക് കാണിക്കാൻ പറ്റുന്നതും. കാരണം നമ്മുടെ പല ക്ലയൻസും NRIs ആണ്. അപ്പോൾ അവരൊക്കെ വർഷത്തിലൊരിക്കൽ വരുന്നവരാണല്ലോ. അപ്പോൾ പലരും ഇത് ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മളെ വിളിച്ചിട്ട് പറയും, നിമിയ നല്ല കാര്യമാണ് കാണിച്ചത്, ഇപ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടല്ലോ എന്താണ് അതിൻ്റെ ഒരു സ്റ്റാറ്റസ്, ഈ ഒരു രീതിയിലൊക്കെ ഫിനിഷ് ചെയ്തു എന്നൊക്കെ കാണുമ്പോൾ സന്തോഷമുണ്ടെന്ന് പലരും പറയാറുണ്ട്. പറയുന്നത് കറക്റ്റാണ്. കാരണം നമ്മുടെ ഈ പ്രോജക്റ്റുകൾ 1-2 പ്രാവശ്യമായിട്ട് നമ്മൾ അടുപ്പിച്ചിങ്ങനെ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് കറക്റ്റ് കമ്പാരിസൺ മനസ്സിലാക്കാനും ഇപ്പോൾ ഒരു പരിധിവരെ നമ്മൾ ട്രസ്റ്റ് ചെയ്ത് നിൽക്കുന്ന കസ്റ്റമറുകളല്ല എല്ലാവരും. ഇപ്പം നിമ്മി പറഞ്ഞ മാതിരി നിമ്മിക്ക് നമ്മൾ അവസരം തന്നതല്ല, നിമ്മിയിലൂടെ ഞങ്ങളും വളരെയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം ഒരു നിമിത്തന്മാരെല്ലാം നന്നായിട്ട് പോകുന്ന കാര്യങ്ങൾ. നമ്മളിനിയും പുതിയ പ്രോജക്റ്റുകളൊക്കെ ചെയ്യുന്നത് ഇതിനെയൊക്കെ ബേസ് ചെയ്തല്ലേ. നമ്മളെല്ലാം വളർത്തുന്നത് ഈ നമ്മുടെ മുന്നിലേക്കുള്ള കസ്റ്റമറുകൾ തന്നെയാണ്. നല്ലത് ചെയ്യാന്നുള്ളതാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. പുതിയ കോൺസെപ്റ്റ്സ് കൊണ്ടുവരിക അല്ലേ. നെക്സ്റ്റ് വീക്ക് നമുക്ക് സ്കോട്ട്ലാൻഡ് യാർഡ് ആയിട്ടിരിക്കും. താങ്ക് യു.